ഏത് വ്യക്തിത്വമായിട്ടാണ് ഈ വന്നിരിക്കുന്നത്? ഉഗാണ്ടയിലെ പ്രസിഡന്റ് ആയിരുന്നു ശ്രീ ഇദി അമീൻ. ഓക്കെ. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാംസം ഏതാണ്? താങ്കൾ ആദ്യമായിട്ടാണോ സർ കേരളത്തിൽ വരുന്നത്? കേരളത്തിലെ കോഴിയിറച്ചിയൊക്കെ കഴിച്ചു നോക്കിയോ? ശരിക്കും നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് കാനിബാൾ എന്നുള്ള വാക്ക് പഠിക്കുന്നതിന് അങ്ങയെക്കുറിച്ചാണ്. അങ്ങാണ് ഈ മാംസാഹാരം, മനുഷ്യ മാംസം കഴിക്കുന്ന ആൾ. ഞങ്ങൾ പിന്നെ തമാശയ്ക്ക് മാൻ ഈറ്റർ എന്നൊക്കെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇത്രയും മനുഷ്യരുടെ ആഹാരം കഴിച്ച് മനുഷ്യ മാംസം കഴിച്ച് ശീലിച്ച് നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് 2-3 ഹോട്ടലുകൾ ചൂണ്ടിക്കാണിച്ചാൽ പോയി ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ബില്ല് സഹിക്കാൻ പറ്റില്ല. ഭക്ഷണമൊക്കെ കഴിച്ചല്ലോ അല്ലേ? വയറ് നിറഞ്ഞല്ലോ അല്ലേ? അല്ല, പേടിച്ചിട്ടാണ് ഇവിടെ ഇരിക്കണത്. വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ. കേരളം ഇഷ്ടപ്പെട്ടോ? അല്ല, ഇവിടെ തങ്ങൂലല്ലോ, പെട്ടെന്ന് പോവുമല്ലോ അല്ലേ? എന്തായാലും ഇവിടെ വന്നതിൽ സന്തോഷം. ശരി ശരി, താങ്ക് യു. മുസ്തഫ ഗംഭീര ഗെറ്റപ്പിലാണല്ലോ വന്നിരിക്കുന്നത്. ഈ വേഷം തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? അത് അങ്ങനെ ഒരു ചായ ഉണ്ടെന്ന് എനിക്ക് തന്നെ തോന്നിയതുകൊണ്ടാണ്. உங்களுக்கு எல்லாവർക്കും വണക്കം. ഐ ആം വെരി ഹാപ്പി. നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ കാരണം അമൃത ടി വിയാണ്. ഞാൻ തിരുവനന്തപുരത്തുമായിട്ട് വളരെയേറെ കണക്ഷനുണ്ട്. ഞാൻ പ്രസിഡൻ്റ് ആവதுக்கு முன்னாடி ISROയിൽ ഒരു நிறைய ப்ரொஜெக்ட் பண்ணிட்டுருங்களே. திருவனந்தபுரத்து வந்தப்போ எனக்கு ஓர்மை வந்தது, அந்த நாளில் ஒரு சின்ன டீ ஷாப்பில் போயிட்டு நிறைய ஃபுட்டு சாப்பிட்ருங்களே. அது என்ன ஃபுட்டுன்னு தெரியும்? இந்த கேரளாவில் நல்ல ஃபுட்டு, കഞ്ഞി പയർ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സുഖവും സന്തോഷവും എനിക്ക് സന്തോഷം. സത്യസന്ധമായിട്ട് ഒരു മറുപടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സാറിന് ശരിക്ക് ഒന്നുകൂടി പ്രസിഡൻ്റായ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയിരുന്നോ? ഞാൻ 5 വർഷം തന്നെ തേച്ചത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പം ഗിവൺ എ ചാൻസ് ഒന്നും കൂടി പ്രസിഡൻ്റ് ആവുമോ ഇനി കിട്ടുവാണെങ്കിൽ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. താങ്ക് യു. 2-3 സംശയങ്ങളുണ്ട്. എന്താണ് അങ്ങ് ഇങ്ങനെ മുടി ഇങ്ങനെ നീട്ടി വളർത്തുന്നത്? ധോണി വരെ വെട്ടി, അങ്ങ് എന്താണ് വെട്ടാതെ എപ്പോഴും വളർത്തിക്കൊണ്ട് നടക്കുന്നത്? അത് പ്രസിഡൻ്റ് ആവதுக்கு സമയം കിടക്കില്ലേ മുടി വെട്ടാനായിട്ട്? സമയം കിട്ടിയില്ല മുടി വെട്ടാൻ. ഇപ്പം പിന്നെ അതൊരു സ്റ്റൈലായിരിക്കും. അത് ശരി. മാത്രമല്ല, അങ്ങ് രാമേശ്വരത്ത് വളരെ ചെറിയൊരു വീട്ടിൽ നിന്ന് വളർന്ന് തിരുവനന്തപുരത്ത് ISROയിൽ വന്ന് വർക്ക് ചെയ്തു. ഇവിടെ ഗുരുവായൂരപ്പൻ ഹോട്ടലിൽ കഞ്ഞിയും പയറും ഒക്കെ കഴിച്ച് അങ്ങ് ഇത്രയും വലിയൊരു പൊസിഷനിലെത്തി. ആ ഗുരുവായൂരപ്പൻ ഹോട്ടൽ എൻ്റെ ഒരു ബന്ധുവിൻ്റെയാണ്. അവിടെ ഒരു 27 രൂപ കൊടുക്കാനുണ്ട്, അത് എൻ്റെ തന്നൂടെ? എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്രസിഡൻ്റാണ്. താങ്ക് യു. പിന്നെ അങ്ങേക്കൊരു പേരുണ്ട്, ഞങ്ങൾക്കെല്ലാം അറിയാം, കലാം അയ്യർ എന്നാണ് അറിയപ്പെടുന്നത്.
പ്യുവർ വെജിറ്റേറിയൻ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് കിട്ടിയത്. യാ ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? യാ